നമസ്കാരം. ശബരിമല അയ്യപ്പൻ വീണ്ടും ഇറങ്ങി കളിക്കുകയാണ്. കൊള്ള ഇതുവരെ ഗവൺമെൻറ്റിന് തലവേദന മാറിയിട്ടില്ല. സി പി എമ്മിനും പാർട്ടിക്കും തലവേദന മാറിയിട്ടില്ല. അതിനിടയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി അത് കൊളയാക്കി ആകെ നാശക്കോട്ടയാക്കി അതിൻ്റെ പാപം തീർന്നിട്ടില്ല. ഇപ്പോഴിതാ മൂന്നാമതൊരു പണി, 8ൻ്റെ പണിയാണ്, വലിയ പണിയാണ് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി ഗവൺമെൻറ്റിന് വരാനിരിക്കുന്നത്. വലിയ തലവേദനയാണ്. സുപ്രീം കോടതിയിൽ 2018 സെപ്റ്റംബറിൽ ഒരു വിധിയുണ്ടായി. 10നും 50നും ഇടയ്ക്ക് വയസ്സ് പ്രായമുള്ള സ്ത്രീകളെയും ശബരിമലയിൽ കയറ്റാം. ഇതായിരുന്നു വിധി. 5 അംഗങ്ങളായിരുന്നു, അതിലൊരു വനിതയായിരുന്നു ജഡ്ജി. ബാക്കി 4 പേരാണ്. 4 പേര് കയറ്റണം എന്നുള്ള ആളും ആ സ്ത്രീ കയറ്റണ്ട എന്ന് പറഞ്ഞ്, അതായത് നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ട് അവിടെ കയറ്റണ്ട എന്നുള്ള വിധിയാണ് വന്നത്. പക്ഷേ അതിനെതിരെ അതിരൂക്ഷമായ അതികഠിനമായ നാമജപ ഘോഷയാത്രയും പ്രതിഷേധമൊക്കെ വന്നപ്പോൾ ഗവൺമെൻറ് തന്നെ പേടിച്ചുപോയി. അതുകൊണ്ട് ആ നിയമം നടപ്പിലാക്കിയില്ല. സുപ്രീം കോടതി പറഞ്ഞിട്ട് നടപ്പിലാക്കിയില്ല. എന്നാൽ അതിനെതിരെ ആ സുപ്രീം കോടതി വിധി, സ്ത്രീകളെ കയറ്റാമെന്ന് പറഞ്ഞ വിധിക്കെതിരെ NSSും നായർ റിസർവ് സൊസൈറ്റിയും മറ്റ് പല ഹിന്ദു സംഘടനകളും റിവ്യൂ പെറ്റീഷൻ ഹർജി കൊടുത്തിട്ടുണ്ട്. അത് നാളെ എടുക്കുകയാണ്. ഇവിടെയാണ് പണി. 2 മാസം കൂടെ കഴിഞ്ഞെടുത്തിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പം കഴിഞ്ഞ് പോകുമായിരുന്നു. CPMനും LDFനും തലവേദന ഇല്ലായിരുന്നു. പക്ഷേ പ്രശ്നം അവിടെ അതല്ല. CPMനും ഭരണമുന്നണിക്കും തലവേദനയായിക്കൊണ്ട് നാളെ ജസ്റ്റിസ് സൂര്യകാന്ത് നേരത്തെയുള്ള 5 അംഗ വിധി പറഞ്ഞ് സമിതിയിലുള്ള ആളാണ്, ആ കമ്മിറ്റിയിലുള്ള ആളാണ്, ജഡ്ജിങ് പാനലിലുള്ള ആളാണ്. ഇപ്പോൾ അദ്ദേഹമാണ് ചീഫ് ജസ്റ്റിസ്. സൂര്യകാന്തും വേറെ 2 പേരും കൂടി ചേർന്ന് നാളെ ഒരു വിധി പറയാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, 9 അംഗ സമിതിയുടെ ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ തീരുമാനിക്കുകയാണ്. ഇനി 9 അംഗ സമിതി ഇത് കേൾക്കും. അപ്പോൾ കേരള സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കും? നേരത്തെ ഉള്ള നിലപാട് കയറ്റണം എന്നുള്ളതാണ്. കയറ്റണ്ട എന്നുള്ളതായിരുന്നു ഉമ്മൻചാണ്ടിയുടേത്. കയറ്റണം എന്നുള്ളതാണ് LDFൻ്റെത്. കയറ്റണം എന്ന് പറഞ്ഞ് വീണ്ടും എഴുതി കൊടുത്താൽ എങ്ങനെയാണ് വിശ്വാസിയായ ജയകുമാറിന് അവിടെ ഇരിക്കാൻ കഴിയുക? അതായത് ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചാര്യത്തിൻ്റെ അല്ലെങ്കിൽ ശബരിമലയിലെ വിശ്വാസത്തെ, ആചാരത്തെ ഖനിക്കുന്ന ഒരു നോട്ട് കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പോയിട്ട് എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അവിടെ ഇരിക്കാൻ കഴിയുക? ഇനി ദേവസ്വം ബോർഡ് തന്നെ എന്ത് നിലപാടെടുക്കും? അടുത്ത വീണ് കുരുങ്ങിയതാണ്. ഇനി കയറ്റണം എന്നാണ് ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും നേരത്തെ ഉള്ളൊരു നിലപാട്. കയറ്റണം എന്നുള്ളതാണല്ലോ. അങ്ങനെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലെയും ഫെമിനിസ്റ്റുകൾ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പുരോഗമന കലാകാര സംഘം, യുക്തിവാദികൾ, ശാസ്ത്രവാദികൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ അധികം ആളുകൾ സർക്കാരിനെതിരാവും. നിങ്ങൾ എന്തിനാണ് കയറ്റണമെന്ന് പറഞ്ഞു? അപ്പോൾ ഇതുവരെ നവോത്ഥാനം നടത്തി, സ്ത്രീകളുടെ വനിതാ മതിൽ നടത്തി, വലിയ നവോത്ഥാന നായകനാകാൻ പിണറായി വിജയൻ ശ്രമിച്ചു, സ്ത്രീകളെ കയറ്റിയിട്ട്. അതിന് ഘടകവിരുദ്ധമല്ലേ? അപ്പോൾ എങ്ങനെ കൊടുത്താലും, കയറ്റണമെന്ന് പറഞ്ഞു കൊടുത്താൽ വലിയൊരു വിഭാഗം എതിരാവും, കൂടെ നിൽക്കുന്ന. കയറ്റണ്ട എന്ന് പറഞ്ഞു കൊടുത്താൽ മറ്റൊരു വിഭാഗം എതിരാവും. കയറ്റണമെന്ന് പറഞ്ഞാൽ വിശ്വാസി സമൂഹം വീണ്ടും കൊണ്ടിളകും. കയറ്റണ്ട എന്ന് പറഞ്ഞാലോ മറ്റൊരു വിഭാഗം കൊണ്ടിളകും. രണ്ടായാലും തിരഞ്ഞെടുപ്പിന് 8ൻ്റെ പണിയാണ് ശബരിമല വീണ്ടും കൊടുത്തിരിക്കുന്നത്. ഗവൺമെൻറ് എന്താണ് കൊടുക്കാൻ പോകുന്ന അഫിഡവിറ്റ് എന്നുള്ളത് ഒരു വലിയ ട്രാപ്പാണ്. ശബരിമലയിൽ കയറ്റണം എന്ന് പറഞ്ഞു കൊടുത്താൽ നാളെ ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്നതെല്ലാമായി ഓക്കെ ആയി വിശ്വാസികൾ എല്ലാം കൂടി എടുത്തിട്ട് അലക്കും. കയറ്റണ്ട എന്ന് പറഞ്ഞാൽ നാളിതുവരെ പറഞ്ഞുകൊണ്ട് വന്നതെല്ലാം തീർത്ത് സുല്ലെന്ന് പറഞ്ഞതായി വലിയൊരു ഭാഗം ഇടതുപക്ഷത്ത് നിൽക്കുന്ന വലിയൊരു ഭാഗം എതിരാവും. എങ്ങനെ ആയാലും കുറേ വോട്ട് CPMനും ഭരണകക്ഷിക്കും പോകുന്ന വലിയൊരു വെട്ടിലാണ് ചെന്ന് CPMും ഭരണമുന്നണിയും വീണിരിക്കുന്നത്, LDFും വീണിരിക്കുന്നത്. ഇതിപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം സമയമാണ്. ഒരു മെയ് മാസം കഴിഞ്ഞിട്ടാണ് ഈ കേസ് സുപ്രീം കോടതി എടുത്തിരുന്നെങ്കിൽ ഈ വിഷയമില്ല. ഗവൺമെൻറ് ഏതാണോ, അപ്പോൾ പിന്നെ ഏത് ഗവൺമെൻറ് ആയാലും ഗവൺമെൻറ് ഒരു ഇലക്ഷനെ ഫേസ് ചെയ്യണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന് ഇലക്ഷനെ ഫേസ് ചെയ്യേണ്ട. അപ്പോൾ പറഞ്ഞാൽ മതി, പിന്നെ 5 വർഷത്തേക്ക് LDF ആണ് വരുന്നതെങ്കിൽ പിന്നെ 5 വർഷത്തേക്ക് പേടിക്കണ്ടല്ലോ. UDF ആണ് പറഞ്ഞാൽ അവർ വേറെ നിലപാടായിരിക്കും കൊടുക്കുന്നത്.
പക്ഷേ എന്തായാലും ഈ സമയത്ത് സുപ്രീം കോടതിയിൽ കൊടുക്കുന്ന അഫിഡവിറ്റിന് വലിയ മാനമുണ്ട്. അത് LDFിൻ്റെ CPMൻ്റെ വ്യവസ്ഥാപിതമായ നിയമങ്ങൾക്കോ അല്ലെങ്കിൽ ചിട്ടകൾക്കോ അവരാചരിക്കുന്ന അവർ വിശ്വസിക്കുന്ന രീതിയിലേക്ക് കൊടുത്താൽ വിശ്വാസി സമൂഹം എൻ ബ്ലോക്ക് എതിരാവും. തിരിച്ചു കൊടുത്താൽ കൂടെ നിൽക്കുന്നവരെതിരാവും. എന്തായാലും രണ്ട് വിഭാഗത്തെയും കയറ്റണം എന്ന് പറയുന്നവരെയും കയറ്റണ്ട എന്ന് പറയുന്നവരെയും സ്ത്രീ പ്രവേശനം അനുവദിക്കാമെന്ന് പറയുന്നവരെയും അനുവദിക്കണ്ട എന്ന് പറയുന്നവരെയും ഒരേ സമയം തൃപ്തിപ്പെടുത്താൻ ഗവൺമെൻറ്റിന് കഴിയില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് ചെന്നുപെട്ടിരിക്കുന്ന അതീവ ഗുരുതരമായ ഒരു അടുത്ത പ്രതിസന്ധി. ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് ഇലക്ഷനിൽ തിരിച്ചടിക്കുക എന്നുള്ളത് അറിയാൻ കഴിയില്ല. കാരണം അസംബ്ലി തിരഞ്ഞെടുപ്പാണ്. നേരത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അല്ല, അതിനു മുമ്പുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആ സമയത്താണല്ലോ ഇത് വന്നത്, ഈ പ്രശ്നം വന്നത്. ആ സമയത്ത് തുടർന്ന് നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 19 സീറ്റും ആലപ്പുഴയിൽ ആരിഫ് ഒഴിച്ചുള്ള 19 സീറ്റും UDF അനായാസം പിടിച്ചുകൊണ്ട് പോയി. ഇവിടെ നിന്ന് ആദ്യം അവിടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ചെന്നിറങ്ങുമ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ ഗോ ബാക്ക് വിളിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ വരെ അവിടെ ജയിച്ചു. പിന്നെ അദ്ദേഹം അവിടെ പിടിച്ചെടുത്തു. രണ്ടാമതും അദ്ദേഹം ജയിച്ചു. മണ്ഡലം അദ്ദേഹം നിലനിർത്തി. അത് വേറെ കാര്യം, അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ്. എന്തായാലും വലിയ തോതിലാണ് ആദ്യഘട്ടം ജയിച്ചത്. ആ ജയിച്ചപ്പോഴതിന് ശേഷം CPM എല്ലാ വീടുകളിലും പോയി ഗൃഹസന്ദർശനമൊക്കെ നടത്തി. ഞങ്ങൾ അയ്യപ്പൻ്റെ കൂടെയാണ്, ഞങ്ങൾ അയ്യപ്പനെതിരല്ല എന്നൊക്കെ പറഞ്ഞ്, ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം നടത്തിയാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ഇപ്പോൾ എന്തോ പ്രചരണം നടത്തും വീടുകളിൽ പോയിട്ട്. കയറ്റണം എന്നുള്ള പ്രചരണം നടത്തിയാൽ കൂടെ നിൽക്കുന്നവരെതിരാവും. കയറ്റണ്ട എന്നുള്ള പ്രചരണം നടത്തിയാൽ വേറൊരു വലിയ സമൂഹം എതിരാവും. എന്താണ് ചെയ്യാൻ പറ്റുക? കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു വല്ലാത്ത അസന്നിഗ്ധ ഘട്ടത്തിലാണ് വീണ്ടും ശബരിമല വിഷയത്തിൽ ഗവൺമെൻറ്റും പാർട്ടിയും LDFും കൊണ്ട് തലവെച്ച് കൊടുക്കുന്നത്. അത് അവർ മനഃപൂർവ്വം ചെയ്തതല്ല, ഒരു കാലത്തിൻ്റെ കാൽപ്പനികത എന്നൊക്കെ പറയുന്ന പോലെ, കാവ്യനീതി എന്ന് പറയും പോലെ സുപ്രീം കോടതി വഴി വരുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കൗതുകം.